നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ കൂദാശകൾ പരിക്രമ ചെയ്യണം. അങ്ങനെ മാമോദീസ, ഞാൻ പറഞ്ഞില്ലേ, മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, മാമോദീസയിലൂടെ നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ നമുക്ക് തിരികെ ലഭിക്കും. 2, വിച്ഛേദിക്കപ്പെട്ട ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിച്ചു കിട്ടും. എങ്കിലും ഒരു അവസ്ഥയുണ്ട് നമ്മുടെ അവസ്ഥ. സഭ നമ്മ ഇങ്ങനെ പഠിപ്പിക്കുന്നത് 405 ഇങ്ങനെ പഠിപ്പിക്കുന്നത്, കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 405, എങ്കിലും ദുർബലമാക്കപ്പെട്ടതും, ശ്രദ്ധിക്കണേ, ദുർബലമാക്കപ്പെട്ടതും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതുമായ മനുഷ്യ പ്രകൃതിക്ക് ഏറ്റ ക്ഷതത്തിന്റെ അനന്തര ഫലങ്ങൾ അവനിൽ നിലനിൽക്കുന്നത് കൊണ്ട് ആധ്യാത്മികമായ ഒരു സമരത്തിലേക്ക് അവൻ വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദുർബലരാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഈ തിരിച്ചറിവിൽ നിന്നാണ് റോമാക്കാർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തില് പാപത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും നിയമത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും പറയുമ്പോൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് കഴിയും, എന്നാൽ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ജഡികൻ, പാപത്തിന് അടിമകളായിട്ട് വിൽക്കപ്പെട്ട ജഡികരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് വേണം ദൈവത്തിന്റെ കൃപ. അപ്പോഴും ഓർക്കണം, നമ്മൾ ദുർബലരാ, നമ്മൾ നിസ്സഹായരാ, നമ്മൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നവരാ. ചാഞ്ഞിരുന്നാലുള്ള പ്രശ്നം എന്താ? തൊട്ടാ മതി നമ്മൾ താഴേക്ക് വീഴും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, തമ്പുരാനോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, പാപത്തിൽ വീണാൽ ദൈവകൃപ നഷ്ടപ്പെടും, ദൈവിക ചൈതന്യം നഷ്ടപ്പെടും. അതിനാൽ തന്നെ ദൈവത്തിലേക്ക് അടുത്ത് തമ്പുരാനെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ കുമ്പസാരം, ഈ ദൈവത്തിന്റെ കരുണ കൂദാശകളിലൂടെ നിറച്ചെടുക്കേണ്ട മേഖല മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. മാമോദീസ സ്വീകരിച്ചു, ദൈവകൃപ തിരികെ ലഭിച്ചു, ദൈവ മനുഷ്യബന്ധം പുനഃസ്ഥാപിച്ചു കിട്ടി. എങ്കിലും നമ്മൾ എങ്ങനെയാണ്? ദുർബലരാണ്, ചാഞ്ഞിരിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ വീണു പോയേക്കാം. നമ്മളൊക്കെ വീണു പോകുന്നവരാ. വീണു പോയാലും എന്ത് ചെയ്യണം? ഉടൻ തന്നെ എഴുന്നേറ്റ് കുമ്പസാരിക്കണം. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ ഒരിക്കൽ പോലും നമ്മൾ തുടരരുത്. പാപത്തിൽ തുടർന്നാല് പാപത്തിന്റെ ശക്തി, പാപത്തിന്റെ വേദനം, മരണത്തിന് മേൽ അധികാരമുള്ള പിശാച് നമ്മയും നമ്മുടെ കുടുംബത്തെയും കീഴടക്കി കളയും. അതുകൊണ്ട് നോക്കിക്കേ, പുണ്യവാന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ വിൻസെന്റ് ഫെറർ. ഈ വിശുദ്ധന്റെ പ്രത്യേകത, അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ വചനപ്രഘോഷണം മുഴുവൻ സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മാത്രമല്ല വിശുദ്ധിയെക്കുറിച്ച്, കൂദാശകളെക്കുറിച്ച്, ദൈവത്തിന്റെ കരുണ കൂദാശകളിലൂടെ സ്വന്തമാക്കി മക്കളെ ജീവൻ പ്രാപിക്കുകയും രക്ഷ പ്രാപിക്കുകയും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഈ അനുഗ്രഹത്തിലേക്ക് നയിക്കാൻ വേണ്ടി പാപത്തിന്റെ മേഖലകളെ വിട്ടുപേക്ഷിക്കാനുള്ള വലിയൊരു ആഹ്വാനമാണ് അദ്ദേഹത്തിന്റെ വചനപ്രഘോഷണം മുഴുവൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും 10-50ഓളം അച്ഛന്മാർ കൂടെ ഉണ്ട്. ഓരോ വചനപ്രഘോഷണം കഴിയുമ്പോഴും കണ്ണീരോടെ, പശ്ചാത്താപത്തോടെ ദൈവമക്കൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്ന് കുമ്പസാരിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ എന്നെ സ്വാധീനിച്ച വലിയൊരു കാര്യം, ഈ വിൻസെന്റ് ഫെറർ എന്ന് പറഞ്ഞ വിശുദ്ധൻ അദ്ദേഹത്തിന്റെ ജീവിതത്തില് എല്ലാ ദിവസവും കുമ്പസാരിക്കുമായിരുന്നു. എല്ലാ ദിവസവും കുമ്പസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കൂദാശകൾക്ക് മനുഷ്യന് പ്രാധാന്യമില്ല, കുമ്പസാരത്തിന് പ്രാധാന്യമില്ല, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കണില്ല, വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കണില്ല. ഞാൻ ഇന്ന് സങ്കടത്തോടു കൂടി ഇന്ന് ഈ വചനം പങ്കുവയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു 1.5 മാസമായിട്ട് അനേകം കുടുംബങ്ങള്, അനേകം മക്കള് ഈ കൂദാശ വിട്ട്, യേശുവിനെ വിട്ട്, കുമ്പസാരമില്ലാതെ, കുർബാന സ്വീകരണമില്ലാതെ ഇതുപോലെ പാപത്തിന്റെ പിടിപ്പെട്ട് നശിച്ചു പോകുമ്പോൾ ഞാൻ ഓർക്ക, കുരിശിൽ കിടന്ന് യേശു നിലവിളിക്കുക, എനിക്ക് ദാഹിക്കുന്ന മക്കളെ. ഞാൻ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കർത്താവിന്റെ നിലവിളിയാ ഈ നിലവിളി. വേദനയോടുകൂടി ദിവ്യകാല സന്നദ്ധിയിൽ ഇരിക്കുമ്പോൾ അനേകം, ഞാൻ പറഞ്ഞില്ലേ, അനേകം അച്ഛന് അനേകം ഇടവക ധ്യാനങ്ങള്, അവിടെ ഒത്തിരിയേറെ മക്കൾ ധ്യാനിക്കാൻ വരുന്നു. അനേകം വഴിതെറ്റിപ്പോയ മക്കള്, ഒത്തിരിയേറെ യുവമക്കള്
അത് ക്രിസ്ത്യാനി മക്കള്, കൂദാശ സ്വീകരിച്ച മക്കള്, കുമ്പസാരിക്കാൻ സൗകര്യമുള്ള മക്കള്, കുർബാനയിലൂടെ ഈശോയെ തന്നെ സ്വന്തമാക്കാൻ വലിയ ഭാഗ്യം സിദ്ധിച്ച മക്കള്, ഈ മക്കള് വഴിതെറ്റി പോകുമ്പോ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോ ഈ നിലവിളി ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. കുരിശിലെ നിലവിളി, എനിക്ക് ദാഹിക്കുന്ന മക്കളെ. ഇന്നും ആ ദാഹിച്ച് നിലവിളിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ വിളി കൂദാശയിലൂടെ ഉയരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ദാഹത്തോടെ, എത്രമാത്രം സ്നേഹത്തോടെ, എത്രമാത്രം പശ്ചാത്താപത്തോടെ ഈ കരുണയിലേക്ക് തിരിയണം. കത്തോലിക്ക സഭയില് എന്റെ പ്രിയ മക്കളെ, മാതാപിതാക്കളെ, നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്. ദൈവത്തിന്റെ കൂദാശയുടെ സമർത്ഥമായ കാരുണ്യം നിറച്ചു നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുവാൻ, നമുക്ക് ജീവൻ നൽകുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ ശുദ്ധീകരിക്കുവാൻ നിലവിളിച്ച് കരയുന്ന കർത്താവിന്റെ ഒരു നിലവിളിയുണ്ട്. മോനെ, കുമ്പസാരിക്ക്, എന്നിലേക്ക് തിരിച്ചു വാ, എന്റെ കാരുണ്യം സ്വന്തമാക്ക്. ഈ നിലവിളി ഉയരുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കാത്ത മക്കള്, അപ്പോഴും എല്ലാവർക്കും അനുഗ്രഹം വേണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുക യാക്കോബിന്റെ സംഭവം. പഴയ നിയമത്തില് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് വന്നു. എപ്പോഴാ? ദൈവത്തോട് മൽപ്പിടിച്ച്, ദൈവദൂതനോട് മൽപ്പിടുത്തം നടത്തി, അവസാനം പരാജയപ്പെട്ട് എല്ലാം തകർന്ന പോലെ കിടക്കുമ്പോ ഈ ദാവീദ് ദൈവത്തോട് പറയാ, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടില്ല, എന്നെ അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോ അവിടെ വലിയ കുമ്പസാരം തന്നെ ദൈവമായ കർത്താവ് നടത്തുക. യാക്കോബിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ദൈവം, നിന്റെ പേരെന്താണ്? നിന്റെ പേരെന്താണ്? അവൾ ഒറ്റയടിക്ക് നോക്കുമ്പോ യാക്കോബിന് സമ്പത്തുണ്ട്, യാക്കോബിന് സ്ഥാനമാനങ്ങളുണ്ട്, യാക്കോബിന് ഭാര്യമാരുണ്ട്, യാക്കോബിന് മക്കളുണ്ട്, യാക്കോബിന് ആടുമാടുകളുണ്ട്. എല്ലാം കൊണ്ടും ഭാഗ്യത്തിൽ ഒറ്റ നോക്കുമ്പോ അനുഗ്രഹിക്കപ്പെട്ടവനാ യാക്കോബ്. പക്ഷേ അവന് ജീവിതത്തിൽ സമാധാനമില്ല, അവന് ജീവിതത്തിൽ സ്വസ്ഥതയില്ല, അവന് ജീവിതത്തിൽ ഇതാ പരാജയപ്പെട്ട് കിടക്കുന്നു. പല കുടുംബങ്ങൾ തകർന്നു കിടക്കുക, സമാധാനമില്ല. സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനമില്ല, സന്തോഷമില്ല. രോഗത്തിൽപ്പെട്ട്, പാപത്തിൽപ്പെട്ട്, അവിഹിത ബന്ധത്തിൽപ്പെട്ട്, വഴിപിഴച്ച ജീവിതത്തിൽപ്പെട്ട്, ജഡിക പാപങ്ങൾ കടിമപ്പെട്ട് ഒന്നും സ്വസ്ഥതയില്ലാതെ കിടക്കുക. ഇതാ ആ സമയത്താണ് യാക്കോബ് പറയുന്നത്, എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ ദൈവമായ കർത്താവ് ചോദിച്ചു, നിന്റെ പേരെന്താണ്? പ്രിയപ്പെട്ടവരെ, ചോദിക്കാനുള്ള കാരണം എന്താ? പണ്ട് ഇസഹാക്ക് അനുഗ്രഹിക്കാൻ വേണ്ടി ഏസാവിനോട് പറഞ്ഞു. ഏസാവ് വേട്ടയാടാൻ വേണ്ടി പോണ സമയത്ത് യാക്കോബ് എന്താ ചെയ്തേ? ഭക്ഷണം പാകം ചെയ്തു, ആടിനെ കൊന്ന് നമുക്ക് സംഭവം അറിയാം. കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് ഇസഹാക്ക് ചോദിച്ചു, നീ എന്റെ മൂത്ത മകൻ ഏസാവ് തന്നെയാണോ? യാക്കോബ് പറഞ്ഞു, അതെ അപ്പാ. ഇസഹാക്ക് പറയാണ്, ശബ്ദം യാക്കോബിന്റെ പോലെ. എന്നിട്ട് വീണ്ടും ചോദിക്കുക, സത്യമായും നീ എന്റെ മൂത്ത മകൻ ഏസാവ് തന്നെയാണോ? അവൻ പറഞ്ഞു, അതെ അപ്പാ. യാക്കോബ്, അതെ അപ്പ, നുണ. അതിനുശേഷം ഇവനെ ചേർത്ത് പിടിച്ചു, മണത്തു നോക്കി. മണം അവനെന്താ? യേസാവിന്റെ വസ്ത്രട്ടേക്ക മണം യേസാവിന്റെ പോലെ. മണത്ത് നോക്കിയിട്ട് ഇതാ ഈ ഇസഹാക്കാകുന്ന വൃദ്ധൻ, കണ്ണ് കാണാത്ത വൃദ്ധൻ, നിസ്സഹായനായ വൃദ്ധൻ അപ്പനെ പറ്റിച്ച്, അപ്പനോട് നുണ പറഞ്ഞ്, അപ്പനെ ചതിച്ച് അവനിതാ അനുഗ്രഹം വാങ്ങിച്ചെടുക്ക. പക്ഷേ അവൻ അനുഗ്രഹിക്കപ്പെട്ടില്ല. പിന്നീട് യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നോക്ക്. ഒരു 20 വർഷക്കാലം ഈ പാപത്തിന്റെ പിടിയില്, ഈ നുണയുടെ പിടിയില് അനുഗ്രഹം പ്രാപിച്ചു എന്ന് വരികിലും അനുഗ്രഹിക്കപ്പെടാതെ ചതിക്കപ്പെട്ട്, വഞ്ചിക്കപ്പെട്ട്, പറ്റിക്കപ്പെട്ട്, റാഹേലിനെ കൊടുക്കാന്ന് പറഞ്ഞ് 7 വർഷം ചേച്ചിനെ കൊടുത്തു, പറ്റിച്ചു. വീണ്ടും 7 വർഷം, അങ്ങനെ 14 വർഷം അവനിതാ അടിമപ്പണി ചെയ്തു, ലാഭം പറ്റിച്ചു. അങ്ങുമായിട്ട് അവസാനം പ്രിയപ്പെട്ടവരെ, പറ്റിക്കപ്പെട്ട അവസ്ഥയിൽ ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെടാൻ സാഹചര്യമുള്ള യാക്കോബ് നിരാശയോടുകൂടി ഇതാ ഒളിച്ചെന്ന പോലെ തിരിച്ചു വരുമ്പോൾ അവൻ ചോദിക്കുക അനുഗ്രഹത്തിന് വേണ്ടി തമ്പുരാനോട്. ദൈവം പറഞ്ഞു, നിന്റെ പേരെന്താണ്? യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ചതിയൻ, നുണയൻ, സ്ഥാനം തട്ടിയെടുക്കുന്നവൻ. ഇതാണ് യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങള്, നമ്മുടെ അകൃത്യങ്ങള്, നമ്മുടെ വക്രതകള്, നമ്മുടെ പ്രമാണ ലംഘനങ്ങള്, നമ്മുടെ വചനത്തിനെതിരായ പ്രവൃത്തികള് എന്തുമാകട്ടെ, ഉള്ളതുപോലെ ദൈവത്തിന്റെ സന്നിധിയിലും ഏറ്റുപറയാൻ നമുക്ക് അവസരമുണ്ട്. പാപത്തിന് മേൽ അനുഗ്രഹമില്ല. പാപമുണ്ടെങ്കിൽ പിശാചുണ്ട്.
പാപമുള്ളിടത്ത് മരണമുണ്ട്, പാപമുള്ളിടത്ത് യേശുവില്ല, പാപമുള്ളിടത്ത് ജീവനില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കുമ്പസാരത്തിന്റെ ആവശ്യകത. അതുകൊണ്ട് തന്നെ യാക്കോബിനെ നോക്കുകയും അവൻ പറഞ്ഞു, യാക്കോബ് എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഞാൻ ചതിയനാണ് കർത്താവേ, ഞാൻ അപ്പനോട് നുണ പറഞ്ഞിട്ടുണ്ട് കർത്താവേ, ഞാൻ എൻ്റെ ചേട്ടൻ്റെ സ്ഥാനം തട്ടിയെടുത്തിട്ടുണ്ട് കർത്താവേ, ഞാൻ ചതിയനാണ്, ഞാൻ സ്ഥാനം തട്ടിയെടുത്തവനാണ്, ഞാൻ വഞ്ചകനാണ്, ഞാൻ നുണയനാണ്. അവനെല്ലാം ഉള്ളതുപോലെ തമ്പുരാന്റെ മുമ്പിൽ ഏറ്റു പറയാം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ദൈവമായ കർത്താവ് പറഞ്ഞു, ഇനിമേൽ നീ ഇതൊന്നുമല്ല യാക്കോബേ, നീ യാക്കോബല്ല, നീ ഇനിമേൽ ചതിയനല്ല, നീ ഇസ്രായേലാണ്, ദൈവത്തിന്റെ കൂടെ ഭരിക്കുന്നവനാണ്. അങ്ങനെ അവനെ അനുഗ്രഹിച്ചു. കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ കൂദാശകൾ നമുക്ക് വേണ്ടി അവിടുന്ന് നൽകിയിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, നമ്മൾ ജന്മപാപത്തോടെ ജനിച്ചവരാണ്, മറക്കരുത്. നമ്മൾ ദുർബലരാണ്, നമ്മൾ പാപത്തിന് അടിമകളായിട്ട് വിൽക്കപ്പെട്ട ജഡികരാണ്. നന്മ ഇച്ഛിക്കുന്നുവെങ്കിലും തിന്മ പ്രവർത്തിച്ചു പോകുന്ന ദുർഭകരാണ്. അതിനാൽ തന്നെ നമുക്ക് ദൈവത്തിന്റെ കൃപ വേണം, അതിനാൽ തന്നെ ദൈവത്തിന്റെ ശക്തി വേണം, അതിനാൽ തന്നെ ദൈവത്തിന്റെ ജീവൻ വേണം. അതിന് ഒറ്റ വഴിയുള്ളൂ, അതാണ് ദൈവ കരുണയുടെ കർത്താവിന്റെ കുരിശിലെ മരണത്തിന്റെ യോഗ്യതയിൽ നിന്ന് നമുക്ക് സൗജന്യമായിട്ട് നൽകുന്ന കാരുണ്യത്തിന്റെ വഴിയായ കൂദാശകൾ. ഈ കൂദാശകൾക്ക് നമ്മൾ അതുപോലെ പ്രാധാന്യം കൊടുക്കണം. പക്ഷെ കഷ്ടമേ എന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ ഈ കൂദാശകളിലേക്കും പിശാച് കയറി. കൂദാശകളിലേക്ക് പിശാച് കയറി. എങ്ങനെ? നമുക്കറിയാം, ഇന്ന് നമ്മുടെയൊക്കെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തില് കൂദാശകളൊക്കെയും നമ്മൾ ആഘോഷമാക്കി മാറ്റി. ഞാൻ ഓർക്ക്, നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കള്, മാമോദിസ സ്വീകരിച്ച, കുമ്പസാരിച്ച, കുർബാന സ്വീകരിച്ച, വിവാഹം എന്നുള്ള കൂദാശ പരികർമ്മം ചെയ്ത, തിരുപ്പട്ടം എന്ന കൂദാശയാൽ പുരോഹിതനായ വ്യക്തികൾ നമ്മളാരും നിസാരക്കാരല്ല. പക്ഷേ ഈ കൂദാശകൾ യോഗ്യതയോടുകൂടി നമ്മൾ പരികർമ്മം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, there is no magical effect in any sacrament or sacramentals. ഒരു കൂദാശയ്ക്കോ ഒരു വെഞ്ചിരിപ്പിനോ അതിൽ തന്നെ ഒരു മാജിക്കൽ പവർ ഒന്നുമില്ല. അത് എങ്ങനെ പരിക്രമം ചെയ്യുന്നു, അതെന്തുമാത്രം ആഗ്രഹത്തോടെ പരിക്രമം ചെയ്യുന്നു, അതെന്തുമാത്രം തിരിച്ചറിവോടെ പരിക്രമം ചെയ്യുന്നു, അതിനനുസരിച്ച് മാത്രമാണ് പ്രിയപ്പെട്ടവരെ കൂദാശയുടെ ഫലങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാം. ഇന്ന് കൂദാശകളൊക്കെ നമ്മൾ ആഘോഷമാക്കി മാറ്റി. നമുക്കറിയാം, നമ്മുടെയൊക്കെ ആഘോഷങ്ങളിലൊക്കെ നമുക്കെല്ലാവർക്കും നിർബന്ധമായിട്ട് വേണ്ട ഒന്നാണോ എന്നെനിക്ക് കോട്ടയം ഭാഗത്ത് എനിക്കറിയത്തില്ല, മദ്യമില്ലാത്ത ആഘോഷമുണ്ടോ? ആർഭാടതയുടെ ഈ ലോകത്തിന്റെ ആർഭാടത, ലോകത്തിന്റെ വലിയ വലിയ കാട്ടിക്കൂട്ടലുകളോടെ ആഘോഷിക്കാനുള്ള ഒന്നല്ല കൂദാശ. കർത്താവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാല് കുരിശിൽ കിടന്ന് നിലവിളിച്ച് കരഞ്ഞ് അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ തന്റെ തിരുരക്തം, അവസാനത്തുള്ളി രക്തം ചിന്തി താൻ മരിച്ച മരണത്തിന്റെ ശക്തിയിലൂടെ കർത്താവ് നൽകുന്ന കൂദാശ സ്വന്തമാക്കിയെടുക്കാൻ ഈ ലോകത്തിന്റെ ആർഭാടത വേണ്ട. അത് നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മൾ ഇന്ന് ആർഭാടമായ കല്യാണാഘോഷം, ലക്ഷങ്ങൾ പിടിച്ച കല്യാണാഘോഷം, ആഘോഷമായ മാമോദീസ, ആഘോഷമായ ആദ്യ കുർബാന സ്വീകരണം, ആഘോഷമായ കൂദാശ പരികർമ്മത്തിലൂടെ പ്രിയപ്പെട്ടവരെ കൂദാശയുടെ ചൈതന്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു. പലപ്പോഴും ഈ മേഖലയിലൊക്കെ ചിന്തിച്ച് കണ്ണീരോടെ ഇരുന്ന് അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരാധനയുടെ കർത്താവ് കരയണ കേൾക്കാൻ പറ്റും മക്കളെ. ഇതുപോലെ തമ്പുരാനെ അവഹേളിച്ച് കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ആ കാരുണ്യത്തിന്റെ ആ സ്നേഹം മനസ്സിലാക്കാതെ ലോകത്തിന്റെ ആർഭാടതയിൽ, ലോകത്തിന്റെ ആഘോഷത്തിലും ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ എൻ്റെ പ്രിയ മക്കളെ, മാതാപിതാക്കളെ, നമ്മുടെ കർത്താവ് ഇന്നും നിലവിളിക്കുകയാണ്. നോർത്തോക്കെ നമ്മുടെ ഈ കൂദാശയുടെ പരികർമ്മത്തിന്റെ മേഖലയിൽ എന്തുമാത്രം ചൈതന്യം ശ്രദ്ധിക്കുക, ചൈതന്യം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, എന്തുമാത്രം ഒരുങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ കൃപ വേണം. ഞാൻ പറയും, ഈ മാമോദിസ കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ ഓർക്കുക, നിങ്ങളുടെ മാംസത്തിൽ നിന്നുണ്ടായ മക്കളാ ഈ മക്കള്, ജഡത്തിന്റെ ശക്തിയാ ജന്മപാപത്തോടെ ജനിച്ചവരാ ഈ മക്കള്. അതിനാൽ തന്നെ എൻ്റെ കുഞ്ഞിന് കൃപ വേണം.
അതുകൊണ്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് ദൈവമേ ആ കൃപ കൊണ്ട് നിറയ്ക്കണേ, അതുപോലെ ആഗ്രഹിച്ച് മനസ്സിലാക്കി ആ കൂദാശ കൊടുത്താണ്ടില്ല. ഞാൻ പറയും, നിങ്ങളുടെ മക്കൾ ദൈവകൃപയുള്ള മക്കളായിട്ട് മാറും, ദൈവത്തിന് മക്കളായി മാറും. ആ മക്കൾ ഒരിക്കലും വഴിതെറ്റി പോകത്തില്ല. പിന്നീടും ഈ മക്കൾക്ക് പറഞ്ഞോളൂ, ഈശോയെ കൂടാ ജീവിക്കാൻ പറ്റില്ല, മക്കളെ അടുപ്പിച്ച് കുമ്പസാരിക്കണം. ഒരു മോനെയും കൊണ്ട് ഒരു അമ്മച്ചി വരികയാണ്. ഈ മോനാണെങ്കിൽ ആകെപ്പാടെ 10ാം ക്ലാസ്സിൽ പഠിക്കണ പയ്യനാ, കഞ്ചാവിനടിമയാണ്, മദ്യപിക്കും, ഒത്തിരിയേറെ മ്ലേച്ഛമായ വൃത്തികേട് സിനിമകൾ കണ്ടു കിടക്കുക, അനുസരിക്കത്തില്ല, ആകെപ്പാടെ ഭയങ്കരമായി നശിച്ചിരിക്കണ പയ്യന്. ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാ പ്രാർത്ഥനയുണ്ടോ, ദൈവത്തോട് ബന്ധമുണ്ടോ, കൂദാശ പരിക്രമങ്ങൾ കുമ്പസാരമുണ്ടോ? ഇവന്റെ അപ്പൻ പള്ളി പോയിട്ട് നാളുകളായി പള്ളി പോകാറില്ല. ചേച്ചി പറയാ, അച്ഛാ കല്യാണത്തിനെന്നങ്ങാണ്ട് പോയതാ, പിന്നെ പള്ളി പോകത്തില്ല, അമിതമായ മദ്യപാനം, മാത്രമല്ല ഒത്തിരിയേറെ അശ്ലീലമായ കാര്യങ്ങള്. എൻ്റെ പ്രിയപ്പെട്ട നാണോ ഓർക്കാണ്, നമ്മുടെയൊക്കെ കുടുംബങ്ങളൊക്കെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളൊക്കെ ഇതുപോലെ ഈ കാരുണ്യത്തിന്റെ സമൃദ്ധിയാകുന്ന കൂദാശകളുടെ അർത്ഥം മനസ്സിലാക്കി തമ്പുരാനെ സ്വീകരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം ശക്തരായ അഭിഷിക്തരായ മക്കളും മാതാപിതാക്കളും കുടുംബങ്ങളും ദാമ്പത്യങ്ങളും കൊണ്ടൊക്കെ അനുഗ്രഹിക്കപ്പെട്ടനെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പിശാച് ആ മേഖലകളിലൊക്കെ കയറി പറ്റി നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെ തകർത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്പുരാന്റെ അരികിലേക്ക് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരാനുള്ള വലിയ ഒരു നിലവിളി കർത്താവ് നമ്മുടെ മുമ്പിൽ കുരിശിൽ കിടന്ന് നിലവിളിച്ച് കരയുന്നുണ്ട്. അതുകൊണ്ട് തമ്പുരാനെ അതുപോലെ സ്വന്തമാക്കി എടുക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി കർത്താവിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തമ്പുരാനെ വിളിച്ച് അതുപോലെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞു, മനുഷ്യവർഗം എൻ്റെ ഈ കരുണയിലേക്ക് തിരിയണം, അല്ലാതെ രക്ഷപ്പെടില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? തമ്പുരാന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തെ കർത്താവിനോട് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ ആ കാരുണ്യം ഞാൻ സ്വന്തമാക്കി എടുക്കുന്നതിൽ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ എപ്പോഴും നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവത്തിന് എല്ലാം സാധ്യമാണോ? ദൈവത്തിന് എല്ലാം സാധ്യമാണോ? നമ്മളെല്ലാവരും പറയും അതേന്ന്, പക്ഷെ ഞാൻ പറയും അല്ല. ഉദാഹരണം, ഇത് ബോസ്കോച്ചനെ, എൻ്റെ പേര് ബോസ്കോച്ചെന്ന് അറിയാലോ, ബോസ്കോച്ചനെ ഒരു വിശുദ്ധനാക്കണം എന്ന് ദൈവം വിചാരിച്ചാൽ നടക്കുമോ? നടക്കില്ല. ഞാൻ വിചാരിക്കണം. അതാണ് അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നത്, നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിലേക്ക് തിരിയാതെ, വെളിപാടിന്റെ പുസ്തകം 3:20 പറയുന്നുണ്ടല്ലോ, ഇതാ ഞാൻ നിന്റെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അകത്ത് പ്രവേശിക്കും, അവന്റെ കൂടെ ഭക്ഷിക്കും. ഒരു കാര്യം ഓർക്കണം കേട്ടോ, മനസ്സിലാക്കുക, ഏത് അവസ്ഥയിലും, ശ്രദ്ധിക്കണേ, ഏത് അവസ്ഥയിലും തമ്പുരാന് വേണ്ടി ആ ഹൃദയം ഒന്ന് തുറന്നാണ്ടില്ല, ആ നിമിഷം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കർത്താവിന് വേണ്ടി ആരൊക്കെ നിലവിളിക്കുന്നുവോ, കർത്താവേ എന്നോട് കരുണയായിരിക്കണമെന്ന് ആരൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ, അവന്റെ ജീവിതത്തിലേക്ക്, അവന്റെ കുടുംബത്തിലേക്ക് അതിശക്തമായിട്ട് ദൈവം കടന്നു വന്ന് ഇടപെടും. അതാണ് പറയണേ, ഈശോ പറഞ്ഞേ, എൻ്റെ കാരുണ്യം നിലയില്ലാത്ത കടൽ പോലെ. അതുകൊണ്ട് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനെ പറഞ്ഞ്, നീ ലോകമെങ്ങും പോയിട്ട് പറ മോളെ, ഞാൻ കാരുണ്യമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കാരുണ്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇത് കരുണയുടെ വർഷമാണ്. കരുണയുടെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു. പാപത്തെ വിട്ടുപേക്ഷിച്ച് മേലിൽ പാപം ചെയ്യില്ലെന്ന് തീരുമാനമെടുത്ത് ദൈവത്തോട് മാപ്പ് ചോദിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുന്ന എല്ലാവർക്കും തൻ്റെ കരുണ നിറച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ ആ വലിയ സമൃദ്ധമായ കാരുണ്യത്തിന്റെ അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ സ്വന്തമാക്കിയെടുക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വാതിൽ തുറക്കണം, നമ്മൾ പാപത്തെ വിട്ടുപേക്ഷിക്കണം, നമ്മൾ ദൈവത്തെ വിളിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, ഞാൻ പാപിയാണ്,
ദൈവമേ, എൻ്റെ കുടുംബത്തിന്റെ മേൽ പാപമുണ്ട്, എൻ്റെ പാരമ്പര്യത്തിന് മേൽ പാപമുണ്ട്, എൻ്റെ മണ്ണിന്റെ മേൽ പാപശാപങ്ങളുണ്ട്, പൈശാചിക ബന്ധനങ്ങളുണ്ട്. കർത്താവേ, കരുണയായിരിക്കണേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന് ശക്തി നിറച്ചെടുക്കാൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, 77-ാം സങ്കീർത്തനം 10-ാം വചനത്തിലും ദാവീദ് പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാതെ പോയതാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണം. ഈ കൂദാശകൾ എന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കാൻ വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന വലിയ കാരുണ്യാണ് എൻ്റെ മക്കളെ, മാതാപിതാക്കളെ. തിരിച്ചറിഞ്ഞാണ്ടല്ലോ നമ്മൾ അതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കും. അതുകൊണ്ട് ഈ പുണ്യവാന്മാരൊക്കെ എല്ലാ ദിവസവും കുമ്പസാരിച്ച് തമ്പുരാന്റെ ശക്തി അല്പം പോലും നഷ്ടപ്പെട്ടു പോകാതെ അവർ ആ കൃപയിൽ അവരെ തന്നെ നിലനിർത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കൺവെൻഷൻ, ഈ കാരുണ്യത്തിന്റെ കൺവെൻഷനിൽ പങ്കുചേരുമ്പോൾ എൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് വേണ്ടി കാരുണ്യം ഇങ്ങനെ നിറച്ചു വച്ചിട്ടുണ്ട്. ആ കരുണ സ്വന്തമാക്കി എടുക്കണമെങ്കിൽ ഞാനും നീയും, നിന്റെ കുടുംബവും എൻ്റെ കുടുംബവും എൻ്റെ പാരമ്പര്യവും ഈ ലോകം മുഴുവനും ചെയ്യേണ്ട കാര്യമുണ്ട്. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് തിരിയണം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് മനുഷ്യൻ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനെ പിന്നിലേക്ക് കാരണം തേടി പോകുമ്പോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണ, ഞാൻ പറയും, ദൈവത്തിന് നമ്മളൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞ മക്കളാ. മാമോദിസ സ്വീകരിച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കി ആ കുംഭസാരത്തിലൂടെ, കുർബാനയിലൂടെ, കൂദാശയിൽ, വിവാഹമെന്ന കൂദാശയിലൂടെ, തിരുപ്പട്ടമെന്ന കൂദാശയിലൂടെ തമ്പുരാന്റെ കരുണ സ്വന്തമാക്കിയ മക്കളാ. ആ ഒരു അന്തസ്സുണ്ട്, ആ ഒരു പാരമ്പര്യമുണ്ട്, ആ ഒരു ആഭിജാത്യമുണ്ട്. അത് നശിപ്പിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, തമ്പുരാന്റെ കരുണയെ നമ്മൾ അവഹേളിച്ചാലുണ്ടല്ലോ, അതിന് അനന്തര ഫലങ്ങൾ ഇന്ന് അനേകം കുടുംബങ്ങളും ജീവിതങ്ങളും ഒക്കെ എല്ലാ മേഖലയിലും അനുഭവിക്കാൻ കണ്ടില്ല. എല്ലാ മേഖലകളിലും. കുറച്ച് നാൾ മുമ്പ് ഒരു ജീവിതത്തിൽ ഒരു പൗരോഹിത്യ ജീവിതം തകർന്നു പോയി. ഇന്ന് ആ ഒരു ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ, അതുപോലെ നമ്മൾ ജീവിക്കുന്ന ജീവിതം ഞാൻ പിന്നെ അന്വേഷിച്ച് പറയാണ്, കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ച അച്ഛൻ. പ്രിയപ്പെട്ടവരെ, കൂദാശകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുമ്പോൾ പല പല പാപങ്ങൾക്ക് അടിമപ്പെട്ട് അകപ്പാടെ നശിച്ച് ഇന്ന് ജയിലിൽ കിടക്കേണ്ടി, ഇന്നും ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞു വരിക, നമ്മുടെയൊക്കെ ജീവിതത്തില്, നമ്മുടെയൊക്കെ കുടുംബത്തില്, നമ്മുടെയൊക്കെ പാരമ്പര്യത്തില് ശരിക്കും പരിശോധിക്കണം. ദൈവത്തിന്റെ കരുണ ഇന്നും നമുക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ട്. ആ കരുണയിലേക്ക് തിരിഞ്ഞ് ആ കരുണ സ്വന്തമാക്കി ആ കരുണയിൽ, ആ കൃപയിൽ വളരാനായിട്ടൊക്കെ നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിക്കണം. അതാണ് ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയണമെന്നറിയണം. ഈ കരുണ മനുഷ്യൻ മനസ്സിലാക്കണം. എന്താണ് ഈ കരുണ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, പാപത്തിൻ്റെ വേദനമായ മരണത്തിൽ നിന്ന്, ആ മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവത്തിന്റെ കരുണ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനം യേശുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയാം. നമ്മൾ ആദ്യം കേട്ടില്ല വചനം, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് എന്തിനു വേണ്ടിയാ? ഏകജാതനെ കുരിശിൽ പാപത്തിന് പരിഹാരമായിട്ട്, ബലിമൃഗമായിട്ട് അർപ്പിക്കാന്. യേശുവിന്റെ മരണം, ആ മരണത്തിന് ശക്തിയാ കൂദാശകളിൽ നിറച്ചു വച്ചിരിക്കണേ. ഞാൻ എപ്പോഴും പറയും, ഈ മരണത്തിന്റെ ശക്തി നമ്മൾ സ്വന്തമാക്കണം. എന്താണ് ഈ മരണത്തിന്റെ ശക്തി? അതാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട പറയാ, ആ മരണത്തിലൂടെ, യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ, മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായിട്ട് നിത്യനരകത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തോടെ കഴിഞ്ഞിരുന്നവരെ അവൻ മോചിപ്പിച്ചു. വചനത്തിന്റെ ശക്തി മനസ്സിലാക്കി യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പറയാ. ഈ മരണത്തിലൂടെ മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്തിലൂടെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്നവരെ അവൻ മോചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മോചനം അത് കർത്താവിന്റെ മരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ശക്തിയാണ്.